വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പൊ ആദ്യം തന്നെ ഒരു തെറ്റ് സംഭവിച്ചാൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ബ്രദേഴ്സ് മിനി അടിപ്പാതയിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കുക, നടപടികൾ സ്വീകരിക്കുക, ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക, ബ്രദേഴ്സ് പെട്രോൾ പമ്പ് വരെ സർവീസ് റോഡ് പാലിയാട്ട് നടയിൽ നിന്ന് ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ ജനങ്ങൾ സമരം ചെയ്തിരുന്നു, ഫ്ലെക്സ് വെച്ചിരുന്നു. അപ്പം ഇത് ഇവിടെയുള്ള അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ഈ പറയുന്ന അടിപ്പാത നമ്മൾ സന്ദർശിച്ചു. അപ്പൊ അത് സ്വാഭാവികമായ അശാസ്ത്രീയമാണെന്ന് നമുക്ക് തോന്നി. അതിനുശേഷം നമ്മളും വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ സത്യത്തിൽ ഇത് അടിപ്പാതയല്ല, ഡ്രൈനേജ് ആണ്. റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് നേരത്തെ ഇവിടെ ഒരു പ്രാദേശിക റോഡ്, ആ പ്രാദേശിക റോഡിൽ നിന്ന് പല വഴിയിലൂടെ മഴക്കാലത്ത് വെള്ളം ഒലിച്ചു വരുന്ന ആ ഒരു വെള്ളം ഒലിച്ചു പോകാനുള്ള പഴയ ദേശീയപാതയോട് ചേർത്തുള്ള ഒരു ചെറിയ കുഞ്ഞ് ഡ്രൈനേജ് ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ റോഡ് വിശാലമാക്കിയപ്പോൾ ഡ്രൈനേജും വിശാലമാക്കിയതാണ്. എന്നാൽ ഇത് ഡ്രൈനേജ് അല്ല, അടിപ്പാതയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ഇതിനകത്ത് സോളാർ ലൈറ്റ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ആളുകൾ ഇതിനകത്ത് കൂടി ബൈക്ക് കൊണ്ടും കാൽനട യാത്രയൊക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലെ നാട്ടുകാർ നമ്മയും ആശയക്കുഴപ്പത്തിലാക്കിയതാണ്. അപ്പൊ അതിനുശേഷമാണത് പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഡ്രൈനേജ് ആണെന്നും. ഇപ്പം ഇവയുടെ ഈ ഒരു പ്രദേശമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അടിപ്പാതയാണ്, സ്വാഭാവികം ആളുകൾക്ക് ഇതിന്റെ മുകളിൽ കയറി വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളത്തിന് ഒഴുകാനുള്ള സംവിധാനം മാത്രമായിരുന്നു അവർ കണ്ടിരുന്നത്. ഇവിടെയുള്ള ജനപ്രതിനിധികൾ പോലും സത്യത്തിൽ ജനങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റിയപ്പോൾ അത് തിരുത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ക്ഷമ E5 എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ദേശീയപാതയുടെ മൂരാട് പാലത്തിനോടൊപ്പം തന്നെ പാലിയാട്ട് നട, ബ്രദേഴ്സ് സ്റ്റോപ്പ്, അരവിന്ദ ഘോഷ് ഈ ഒരു ഭാഗത്തുള്ള ദേശീയപാതയുടെ വർക്കുണ്ട്. 6 വരിയുടെയും കോൺക്രീറ്റിംഗ് പൂർണ്ണമായും അവർ പൂർത്തിയാക്കി സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു. ബ്രദേഴ്സ് സ്റ്റോപ്പിന്റെ ചില സൈഡ് വാൾ കുറച്ച് ഇടിഞ്ഞ ഭാഗം പുനഃസ്ഥാപിക്കുക എന്നൊരു വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രധാനപ്പെട്ട എഞ്ചിനീയേഴ്സോ വർക്കേഴ്സോ ഈ സൈറ്റിൽ അവൈലബിളും അല്ല എന്നതൊരു യാഥാർത്ഥ്യവും ഈ ഒരു പ്രദേശത്തുണ്ട്.